നമസ്കാരം. ഒരു ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനൊരു അഭിപ്രായം പങ്കുവെക്കുന്നത്. എന്നിട്ട് പക്ഷേ അത് പിന്നീട് വളച്ചൊടിച്ചിട്ട് ഈ ഞാനെന്തോ സ്ത്രീകളെ മോശക്കാരാക്കി മാറ്റാൻ ശ്രമിച്ചു എന്ന രീതിയിൽ തന്നെ വളച്ചൊടിച്ച് അങ്ങനെ ആക്കി മാറ്റുകയാണ് ചെയ്തത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അപ്പോൾ ഇപ്പോൾ ഇവരെന്നോട് സംസാരിച്ചപ്പം പറഞ്ഞത്, ഇപ്പം നമ്മുടെ പോസ്റ്റിൽ വന്നിരുന്നിട്ട് ഇപ്പം എൻ്റെ ഒപ്പം ബിഗ് ബോസിലുണ്ടായിരുന്ന ശോഭയ്ക്കെതിരെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നു. അത് ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ അതാ പറയാം, സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ പോലും തെറ്റ് തന്നെയാണ്. എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. നിന്നെപ്പോലുള്ള പരമ ചറ്റകളുടെയൊക്കെ തനിക്കോണം ഞാൻ വെളിയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ കമന്റുകൾ അഖിൽ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല? ചെങ്ങണ്ട് കിടന്ന ചെറ്റ, നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എൻ്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമ ചെറ്റ നാറി? നിന്നെ ആർക്ക് വേണം? ഞാൻ പറഞ്ഞു, അത് പബ്ലിക്കിന്റെ അഭിപ്രായമല്ലേ, നമ്മളിട്ട ഒരു പബ്ലിക് പോസ്റ്റ് അല്ലേ. നീടെ പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് പറയുണ്ടാക്കാനാടാ നീ എൻ്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തോന്നിവാസം എഴുതിയിട്ടത്? അപ്പോൾ ഇവർ മെയിനായിട്ട് പറഞ്ഞത്, എൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ വേറൊരാൾക്ക് അപകീർത്തികരമാകുന്ന കമന്റുകൾ വരുന്ന സമയത്ത് അത് അവിടെ ഇടാൻ പാടില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞു. അവനൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വന്നേക്ക് നശിച്ച നാറി, നീ നശിച്ചു പോവത്തേ ഉള്ളൂ. നമ്മൾ പറയുന്ന കാര്യത്തിനായിരിക്കണം. അങ്ങനെ കിടന്ന വൃത്തികെട്ട നാറി, അവൻ്റെ തൊലിങ്ങി ഒരു മോന്തം വെച്ചോണ്ട് നിന്റെ മോത്ത് ആര് നോക്കൂടാ? പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറച്ച് നമുക്കിതിനകത്ത് ഈ സോഷ്യൽ മീഡിയ വഴിയിട്ടുള്ള ചില സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചില സൈബർ ബുള്ളിങ്ങിൻ്റെ പൊതുവിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് പെൺകുട്ടികൾക്കെതിരെ ഒരുപാട് സ്ഥലത്ത് ഇത്തരം സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. എനിക്കും അതറിയാം. അവനെനിക്ക് ഇഷ്ടമല്ല. അവന് എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സത്ത് മണ്ണടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്ത്രീകൾക്കെതിരെ ഒരാൾ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെയോ സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെയോ അവരുടെ അഭിപ്രായം പറയുകയും അതിന് അടിയിൽ വന്നിട്ട് അതിന് വളരെ മോശകരമായ രീതിയിൽ കമൻ്റ് ഇടുന്ന നിരവധി ആൾക്കാരുണ്ട്. ഈ കമൻറ്റ് കൂടി ഇവരെ ബാധിക്കും. പണ്ട് നമ്മൾ പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കപ്പെടുന്ന വാട്സപ്പിൻ്റെ അഡ്മിനെതിരെ കേസ് വരുമെന്ന്. അതേ ബാധ്യത നിങ്ങൾക്കുണ്ടാകും. എന്നിട്ട് എന്നെ കുറ്റം പറയാനിരിക്കുന്നു പട്ടി എങ്ങനെ കിടന്നാറി. നിന്നെ എനിക്ക് വെട്ടി കീറി വെക്കാനുള്ള ദേഷ്യമുണ്ട്. അതായത് നിങ്ങളിടുന്ന ഒരു പോസ്റ്റിൻ്റെ അടിയിൽ മറ്റൊരാളെ മോശകരമാക്കി ചിത്രീകരിക്കുന്ന കമൻറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ പോലീസിന് നിങ്ങൾക്കെതിരെ കേസെടുക്കാം. നിന്നെപ്പോലുള്ള പരമച്ചറ്റകളും നാറുകളും ഇങ്ങനെ എഴുതിയിടുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി കമൻറ്റുകളെ കുറിച്ചുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ കുടുംബത്തെ കഥകൾ വെളിയിലോട്ട് ഇറക്കാമെങ്കിലുണ്ടല്ലോ, നിന്നെയൊക്കെ ചെരുപ്പ് ഊരി അടിക്കും ആളുകൾ. നിന്റെയൊക്കെ വൃത്തികെട്ട കുടുംബത്തെക്കുറിച്ച് ഇതല്ലേ നിന്റെ മനസ്സിലിരിക്കുന്ന വൃത്തികെട്ട ദൂഷിപ്പ്? അപ്പോൾ അതൊന്നും നമ്മുടെ IPC ഈ പറഞ്ഞ നിയമങ്ങൾ മുഴുവൻ മാറി. പുതുതായിട്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലും ഒരുപാട് കാര്യങ്ങൾ നിയമത്തിലൊക്കെ മാറ്റം വന്നു. നീക്ക് സോഷ്യൽ മീഡിയ വന്ന് മൈരിയിൽ വർത്തമാനം എഴുതാമെങ്കിൽ നിയമം പോലും മാറി നിൽക്കുമ്പോൾ എന്നെ പോലുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു. നിന്നെ എൻ്റെ അടുത്തങ്ങ് കണ്ട നിന്റെ ചെവിക്കനും അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഇപ്പം ഇന്ന് നമ്മുടെ ലോകത്തുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധം മൊബൈൽ ഫോണാണ്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. കാരണം നമുക്ക് എന്തും ആരോടും പറയാൻ പറ്റും, പക്ഷേ അത് നല്ല രീതിയിലായിരിക്കണം. വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുന്ന നീ ആടാ. നിന്റെ മനസ്സിലെ വൃത്തികെട്ട നീചമായ വാക്കുകളാണ് നീ ഇവിടെ ഉപയോഗിച്ചത്. ഞാൻ ആരുടെ അടുക്കൽ വൃത്തികെട്ട വാക്ക് ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അടുക്കൽ നിന്നെപ്പോലുള്ള പരമച്ചറ്റകൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ മാത്രമേ ഞാൻ തിരിച്ചങ്ങോട്ട് പറയുള്ളൂ. അല്ലെ നിന്നെപ്പോലെ വലിയ കയറി വരുന്നവൾ അല്ലടാ ഞാൻ. നീയാടാ സംസ്കാരമില്ലാത്ത അങ്ങോട്ട് മാനാഭിമാനം വിറ്റ് ജീവിക്കുന്നവനെ. അതായത് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇന്നും എന്നെ 1-2 ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഈ ചേട്ടൻ എന്താണോ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞത് സെയിം ചോദ്യങ്ങൾ ഞങ്ങൾ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷെ ഞാൻ വീണ്ടും അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനാക്കി ചിത്രീകരിച്ചുള്ളൂ, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നിന്നെ പോലുള്ള നാറുകളാണ് ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുന്നത് കേട്ടോ, പന്നച്ചേറ്റ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇതൊന്നും നമ്മളങ്ങനെ വായിക്കാറില്ല. അതെ, എനിക്കെന്തോ വേണം? എന്നെ കുറിച്ച് മോശം പറഞ്ഞാൽ ഞാൻ അതിലിട്ടേക്കും, മറ്റൊരാളെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. നീ ആ സംസ്കാരമില്ലാത്ത കുടുംബം. നിന്റെ ആ പേര് കണ്ടാലേ, പേര് കേട്ടാലേ അറിയാം നീ സംസ്കാരമില്ലാത്ത കുടുംബമാണെന്ന്. നിനക്ക് ഒറ്റയ്ക്ക് നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിനക്കൊരു വെണ്ടയും ചെയ്യാൻ പറ്റത്തില്ല. വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ.